ഞങ്ങളുടെ യാത്ര ഇന്ന് മണ്ടയ്ക്കാട്ട് ദേവീക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴി നമ്മൾ കരിക്കകത്ത് അമ്പലത്തിലിറങ്ങി. അങ്ങനെ കരിക്കകം ക്ഷേത്രമാണ് കാണുന്നത്. നമ്മൾ സാധാരണ പോകുന്ന ബാബുവിൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയത്. വളരെ നല്ല യാത്രയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ബാബുവിൻ്റെ കൂടെയുള്ള യാത്ര. അപ്പോൾ ആ ട്രിപ്പ് ആൾക്കാരൊക്കെ തന്നെയായിരുന്നു മിക്കവരും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് ഞങ്ങൾ നിർമാല്യം കണ്ട് നട തുറന്ന് ഉടൻ തന്നെ നമുക്ക് തൊഴാൻ സാധിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. ഞങ്ങൾ ഇവിടുന്ന് അമ്മനടയിൽ നിന്ന് ബാബുവിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു വണ്ടി. ഒരു 2:30-3 മണിക്ക് ഞങ്ങൾ ഇറങ്ങി. കരിക്കകത്ത് ചെന്നപ്പോൾ 5 മണിയായി. അങ്ങനെ നന്നായിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചു. അല്ലെങ്കിൽ തന്നെ ബാബുവിൻ്റെ കൂടെ പോയാൽ നല്ലതായിട്ട് നമുക്ക് തൊഴാനുള്ള അവസരമൊക്കെ തരും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ തൊഴുത് അടുത്ത അമ്പലത്തിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പോകുന്ന വഴി ഞങ്ങൾ 3-4 ക്ഷേത്രത്തിൽ പോയിട്ടാണ് മണ്ടക്കാട്ട് ചെന്നത്. അപ്പോൾ എല്ലാവരും തൊഴുതിറങ്ങുകയാണ്. നമ്മൾ ഓരോ വീഡിയോയിലും നമ്മളിതുപോലെ ലതിക എൻ്റെ ഫാമിലി വ്ളോഗിലാണ് നമ്മളിതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ പുതിയ യാത്രയും നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങിക്കുകയാണ്. നമ്മുടെ കൂടെ വന്നവരുമൊക്കെ കുറേ ആൾക്കാർ പ്രസാദമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ ക്ലിയറൊന്നും ആകത്തില്ല. നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നല്ല കൊത്തുപണികളൊക്കെ ഉള്ളൊരു അമ്പലമാണ്. വെൺപാലവട്ടം ദേവീ ക്ഷേത്രം എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. വലിയൊരു ക്ഷേത്രമാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് ദേവി എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. വലിയൊരു ക്ഷേത്രം, നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട്. ഞാൻ ആ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോവുകയാണ്. ഭയങ്കര ഒരു അമ്പലമായിരുന്നു. അവിടെ കാണാൻ തന്നെ നല്ല കാഴ്ചയാണ്. ഭയങ്കര പൊക്കത്തിലാണ്, ഉയരത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ഭഗവാനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഭഗവാൻ കിടക്കുന്നതും ഒക്കെ നന്നായിട്ട് അതിരാവിലെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എല്ലായിടവും തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. അപ്പോൾ പോകുന്ന വഴി എപ്പോഴായാലും നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന വഴി കുറേ ക്ഷേത്രത്തിൽ ഇറങ്ങാറുണ്ട്. അപ്പോൾ അതിലൊരു ക്ഷേത്രമാണ്. ആ പണികളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. നേരം വെളുത്ത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, പകലായില്ല. നല്ല ഹൈറ്റാണ് അമ്പലത്തിന്. കണ്ടോ, കൊത്തുപണികൾ ചെയ്ത് നല്ല ഉയരത്തിലാണ് ഈ അമ്പലം. ഭയങ്കര ശക്തിയുള്ള ക്ഷേത്രമാണെന്ന് പറയുന്നു. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്ത് ദേവി എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ തൊഴാനും ഒക്കെ നമുക്ക് സാധിച്ചു. ഓരോ പ്രാവശ്യവും ബാബു ഓരോ പുതിയ ക്ഷേത്രം ഞങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അതിനോടടുത്ത് തന്നെ മറ്റ് ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ തൊഴുത്. ആ അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഒരു സമയം കൂടെ, സന്ധ്യയല്ല, എളുപ്പകാലം ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. എല്ലാവരും കയറി തൊഴുകയാണ്. നമ്മുടെ കൂടൊപ്പം വന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ബസ്സിലാണ് പോയത്. ഇനി അവിടുന്ന് അവിടുത്തെ തന്നെ ഒരു സർപ്പക്കാവുണ്ടായിരുന്നു. അത് കുറച്ച് അകത്തോട്ടാണ്. അപ്പോൾ അവിടോട്ട് കുറേ ആൾക്കാർ പോവുമായിരുന്നു. അത് കുറച്ച് ഉള്ളിലാണ്. അവിടെ ഒരു നിലവറ പോലെയൊക്കെയുള്ള തറവാട് പോലെ ആയിരുന്നു. അപ്പോൾ അവിടെ സർപ്പദൈവങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ്. അവിടെയൊക്കെ നല്ല ഇരുട്ടാണ്. ഒന്നാമത് കാവും ഒക്കെ കൂടെ ആകുമ്പം കുറച്ചും കൂടെ ഇരുട്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ആറ്റുകാലം ദേവീക്ഷേത്രത്തിലേക്കാണ്. ആറ്റുകാലം ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട് പൊങ്കാല ഇടാൻ പോയെങ്കിലും അമ്പലത്തിനകത്ത് കയറി തൊഴാൻ സാധിച്ചില്ല. അത്ര തിരക്കായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ പൊങ്കാല ഇട്ടിട്ട് മുന്നേ ഇങ്ങ് വരുമായിരുന്നു വീട്ടിൽ നിന്ന് പോയിട്ട്. പക്ഷെ എന്തായാലും ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ട് ദേവിയെ നന്നായിട്ട് തൊഴാൻ പറ്റി. നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു, അതിരാവിലെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു. ഈ ഒരു സമയം നമ്മളോടൊപ്പം വന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, നമ്മുടെ വണ്ടിയിലെ ആൾക്കാരാണ് ഇവരൊക്കെ.
അങ്ങനെ ദേവിയുടെ അടുത്തോട്ട് പോവുകയാണ്. നന്നായിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും ഭാഗം വരെയല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ, അകത്തോട്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ലല്ലോ. പുറം ഭാഗമൊക്കെ എടുത്തേക്കാണ്. രാവിലെയൊക്കെ ആണ്ട് വലിയ ക്ലിയർ അല്ലായിരുന്നു. ഇത് അവിടുത്തെ വീഡിയോയിൽ TV-യിൽ കാണുന്ന ഒരു ചിത്രമാണ്. പൊങ്കാല മഹോത്സവം കാണിക്കുന്നതാണ്. നാരങ്ങാ വിളക്ക് കത്തിക്കുകയാണ്. അവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് നാരങ്ങാ വിളക്ക്. അങ്ങനെ ഞാനും നാരങ്ങാ വിളക്ക് കത്തിച്ചു. ഇനി അടുത്തത് നമ്മൾ ചെങ്കലാണ്. ചെങ്കൽ മഹാശിവക്ഷേത്രമാണ്, ശിവപാർവതി ക്ഷേത്രം. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്ഷേത്രമാണിത്. ഇവിടുത്തെ മഹാ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ശിവലിംഗമാണ്. ലോകത്തിൽ തന്നെ മഹാ അത്ഭുതമാണെന്നാണ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ അമ്പലത്തിലോട്ട് ശിവപാർവതി ദേവി അവിടെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ തൊഴുത് കണ്ടേ ശിവലിംഗത്തിനോടൊപ്പം തന്നെ ഹനുമാനെയും വെച്ചിരിക്കുകയാണ്. ഇത് നല്ല ഉയരത്തിൽ നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് കയറി കാണാം. ഞാനതിൽ കയറിയായിരുന്നു. ഒരാൾക്ക് 200 രൂപയാണ് അതിനകത്ത് കയറുന്നതിന്. പക്ഷേ 200 രൂപ കൊടുത്താൽ 2000 രൂപയിൽ കൂടുതലുള്ള അനുഭവങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് മഹത്തായ ഒരു അനുഭവമായിരുന്നു. ആ ശിവലിംഗത്തിൽ കൂടി കയറി ഹനുമാൻ്റെ വായിൽ കൂടി ഇറങ്ങി, വാലിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു. നന്നായിട്ട് അവിടെ നിൽക്കുന്ന ആ സാറ് എല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെയും കുറിച്ചും അതിനുള്ള ബീജമന്ത്രങ്ങളെയും കുറിച്ചും അതിനുള്ള ഈശ്വരന്മാരെയും കുറിച്ചും എല്ലാം പ്രതിപാദിപ്പിക്കുന്ന നല്ലൊരു ക്ലാസ് തന്നെ നമുക്കവിടെ അനുഭവമായിട്ട് ഉണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ ഈശ്വരന്മാരെ, ഓരോ ദേവികളെയും, അതുപോലെ തന്നെ കൈലാസം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വൈകുണ്ഠത്തിലിറങ്ങി ഭഗവാനെയും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു. ഈ കാണുന്നതിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങൾ കയറിയത്. അപ്പം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ചെങ്കൽ ശിവക്ഷേത്രത്തിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ കയറുകയും ഈ ശിവലിംഗത്തിൽ കയറുകയും ചെയ്യണം. ഒരു മഹത്തായ അനുഭവം. നമ്മൾ ഒരു അരമണിക്കൂർ എങ്ങനെയാണോ നമ്മൾ വേറൊരു ലോകത്തായിപ്പോയി. എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. നമ്മൾ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ എഫക്റ്റായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ ഒരു ഫീലിങ്. പിന്നെ ഇനി നമ്മൾ മണ്ടക്കാട്ടോട്ട് പോവുകയാണ്. മണ്ടക്കാട്ട് ദേവീക്ഷേത്രമാണ്. മണ്ടക്കാട്ട് ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലമായി. എൻ്റെ അമ്മയൊക്കെ അവിടുത്തെ സ്ഥിരം ഭക്തയായിരുന്നു. നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയൊക്കെ എല്ലാ വർഷവും പൊങ്കാല ഇടാൻ പോകുന്ന സ്ഥലമാണ് മണ്ടക്കാട്. അപ്പോൾ പിന്നെയാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പൊങ്കാലകളൊക്കെ വന്നത്. മണ്ടക്കാട് ക്ഷേത്രത്തിലാണ് എൻ്റെ ഓർമ്മയെ ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. വെച്ചാൽ കുഞ്ഞുനാൾ മുതൽ എൻ്റെ പൊങ്കാല ഇടുകയാണ്. അവിടുത്തെ പൊങ്കാല വളരെ പ്രാധാന്യമുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും അവിടെ പൊങ്കാല ഇടാം. അങ്ങനെ അവിടുത്തെ പൊങ്കാല ഇടാം. അപ്പം ഞാനും ഒരു പൊങ്കാല ഇട്ട്, എനിക്കും ഒന്ന് ഇടണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇട്ട്. മുന്നേ അമ്മയുടെ കൂടെയൊക്കെ പോയി ഇട്ടതാണ്. പിന്നെ കുറേ കാലങ്ങളായി. പക്ഷേ അപ്പോൾ ഇങ്ങനെ ബാബു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് പോവുകയാണ്. പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു. തലേ ദിവസം വിളിച്ച് ചോദിച്ച് പൊങ്കാല ഇടും. ഞങ്ങൾ 3-4 പേരെ വണ്ടിയിലുള്ളവർ ഇട്ടുള്ളൂ. അപ്പം ഞാനും ഇട്ട് അവിടെ ചെന്ന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവിടുന്ന് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഞാനും അവിടെ പൊങ്കാല ഇട്ട്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഒരു മനസ്സമാധാനവും ശാന്തിയും ഒക്കെ. ദേവിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പഴയ ക്ഷേത്രമാണ്. ഒരുപാട് ആൾക്കാർ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന അമ്പലമാണ് മണ്ടക്കാട്ട് ദേവീക്ഷേത്രം. അപ്പോൾ അവിടത്തേക്കുള്ള വരവിലാണ് ഞങ്ങളിവിടെ എല്ലാം വന്നത്. എപ്പോഴും അവിടെ പൊങ്കാലയാണ്. പൊങ്കാല മഹോത്സവത്തിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ പോയ ദിവസം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു. അവിടെ വിശേഷാൽ പൂജയാണ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ എന്തോ കുംഭാഭിഷേകവോ എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് 1-2 ആൾക്കാർ പറഞ്ഞു നിങ്ങൾ വന്ന ദിവസം ഏറ്റവും നല്ല വിശേഷമുള്ള ദിവസമാണല്ലോ എന്ന് പറഞ്ഞു. സ്പെഷ്യൽ വിശേഷാൽ പൂജയാണ്. അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ഒരുപാട് ആൾക്കാർ നിന്ന് ഒരുപാട് പൂജയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനും തൊഴാനും ഒക്കെ നമുക്ക് സാധിച്ചു. അതും ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഞങ്ങളെ ബാബു കൊണ്ടുപോയത്. ശരിക്കും പല ദിക്കുകളിൽ നിന്നും അവിടെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
കാണുമ്പം തന്നെ അറിയാമല്ലോ. അപ്പം നമ്മൾ നേരിട്ട് കണ്ടത് ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അതിനകത്തൊക്കെ പങ്കുകൊള്ളാനും നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് അന്നദാനവും കഴിച്ചു, ഭക്ഷണവും കഴിച്ചു. അതും ഒരു സാധാരണ ഇവിടെ കൂപ്പൺ കൊടുത്താണ് ആഹാരമെന്ന് ഫുഡെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൂപ്പൺ ചോദിച്ചപ്പം പറഞ്ഞ് ഇന്ന് വേണ്ട വിശേഷാൽ ദിവസമായതുകൊണ്ട് വേണ്ട ബാബുവൊക്കെ നിൽക്കുന്നുണ്ടോ, ഞാനും അവിടെ നിൽപ്പുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അത് സ്പെഷ്യലായിരുന്നു പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഉച്ച സമയമായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഇനി പിന്നെ ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. മണ്ടക്കാട്ട് പോകുമ്പോൾ എന്തായാലും കന്യാകുമാരി പോകുമല്ലോ എല്ലാവരും. അങ്ങനെ കന്യാകുമാരി നല്ല വെയിൽ, ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ഭയങ്കര കാറ്റും തണുപ്പും കുളിർമയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ചൂടും ഉണ്ടായിരുന്നു. കന്യാകുമാരിയിൽ പിന്നെ എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല കാറ്റാണല്ലോ. എത്ര കണ്ടാലും മതി വരാത്ത, മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് കന്യാകുമാരി. ആർക്കും എപ്പോഴും പോകാൻ ആഗ്രഹം തോന്നുന്നൊരു സ്ഥലവും. എത്ര പോയാലും മടുപ്പ് വരും. ഞാനൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. നമുക്ക് എന്നാലും എപ്പോൾ ചെന്നിറങ്ങിയാലും അതൊരു പുതുമയായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി. ആ കടപ്പുറത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. നമ്മളും ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഞങ്ങളൊരു കഴിഞ്ഞ വർഷം ഫാമിലി ട്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവരുടെ കൂടെ വന്നപ്പോഴും കന്യാകുമാരി ഉണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ എല്ലാവരും കടപ്പുറത്തൊക്കെ ഇറങ്ങുകയാണ്. പലരും ഞങ്ങളുടെ കൂടെ വന്നവർ 2 ബസ്സിലായിട്ടാണ് വന്നത്. അവരും പല രീതിയിലായിട്ട്. അപ്പോൾ ബാബു പറഞ്ഞ് നിങ്ങൾ 5:30 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് വന്നാൽ മതി. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി കണ്ട്. നിങ്ങളെല്ലാവരും അത് കാണുക. ഇതുപോലുള്ള യാത്രകളൊക്കെ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ലതിക ആൻഡ് ഫാമിലി വ്ലോഗ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങനെയുള്ള യാത്രകൾ അതിലിടുന്നതായിരിക്കും. എനിക്കതുപോലെ തന്നെ വേറൊരു ചാനലും കൂടിയുണ്ട്, ഋഷി യോഗ അക്കാഡമി. അതും നിങ്ങൾ കാണുക. അങ്ങനെ ആ കടപ്പുറവും ഒക്കെ അതിമനോഹരമായ, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നൊരു സ്ഥലമാണ് കന്യാകുമാരി. എത്ര കണ്ടാലും മടുക്കാത്ത സ്ഥലം. കുറച്ച് സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു. ഓരോരുത്തരിൽ നിന്ന് പലതരം ഫോട്ടോസുകളൊക്കെ എടുക്കുകയായിരുന്നു. ഞങ്ങൾ ഫോട്ടോയൊക്കെ റെഡിമെയ്ഡ് പെട്ടെന്ന് ഫോട്ടോ കിട്ടില്ല, അതൊക്കെ ഞങ്ങൾ 2 പേരും എടുത്തു. ഞങ്ങൾ 2 പേരും മാത്രമേ ഇവരുടെ കൂടെ പോയിരുന്നുള്ളൂ വീട്ടിൽ നിന്ന്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ പകർത്താനും ഒക്കെ ഒരുപാട് കാണുമല്ലോ. വിവേകാനന്ദ റോക്കിലോട്ട് ഞങ്ങൾ പോയില്ല. അത് കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ പോയി. ഇതാണ് ഞങ്ങൾ വന്ന ബസ്. ഇതുപോലെ ഇതിൻ്റെ വലിയൊരു ബസ്സും കൂടിയുണ്ട്. ഞങ്ങൾ ചെറിയ ബസ്സിലായിരുന്നു. ബസ്സിൽ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. മിക്കവരും ഞങ്ങളുടെ കൂടെ എപ്പോഴും ട്രിപ്പ് വരാറുള്ളവരാണ്. വളരെ സന്തോഷം എന്ന് പറഞ്ഞൊരു യാത്രയായിരുന്നു. എല്ലാവരും നമ്മളൊരു ഫാമിലിയെ പോലെയാണ്. എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അത് ബാബുവിൻ്റെ ഫാമിലി അതിനകത്തുണ്ട്. എല്ലാവരും ഇരിക്കുകയാണ്. വേണ്ടേ എല്ലാവരും ഹായ് പറയാണ്. ഇതെല്ലാം ബാബുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് കൂടുതലാണ്. ബാബുവിൻ്റെ വൈഫ്, മോള് എല്ലാവരും ഇതിനകത്തുണ്ട്. ബാബു എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലൊരാളായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ ഡ്രൈവർ കുട്ടപ്പനെയാണ്. ഞങ്ങളെ വളരെ സൂക്ഷ്മമായി കൊണ്ടെത്തിച്ച് ഞങ്ങളുടെ കൂടൊപ്പം നിന്ന ഡ്രൈവർ കൊച്ചാണത്. മിടുക്കനാണ്. കടപ്പുറത്തിറങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് ഇത് കാണുന്നത്. വേണ്ട ബാബു നിന്ന് കാണുമെല്ലാം. ഞങ്ങൾ ഈ യാത്ര ആദ്യം ശരിയാക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബാബുവിൻ്റെ അച്ഛൻ മരിച്ചത് കാരണം അങ്ങനെ യാത്ര മാറ്റി. ബാബു അമ്പലത്തിലൊന്നും കയറിയില്ല, പുറത്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വേണ്ടി മാത്രമാണ് ബാബു വന്നത്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചു തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ്. കൊച്ചു തിരുപ്പതി അതും വലിയൊരു, നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീലിംഗാണ് കൊച്ചു തിരുപ്പതിയിൽ വരുമ്പോഴും. ഞങ്ങളിവിടെ കഴിഞ്ഞ വർഷം പോയിരുന്നു.
അപ്പോൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടെയും നല്ല കാറ്റാണ്, നല്ല തണുപ്പ്. നമ്മൾ അപ്പോഴത്തേക്ക് വൈകിട്ടായി, അപ്പോഴത്തേക്ക് വെയിലൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു ക്ലൈമറ്റായിരുന്നു ആ ഒരു സമയം. അപ്പോൾ ഇനി ആ സ്റ്റെപ്പ് കയറി വേണം അങ്ങ് മുകളിലേക്ക് നമ്മൾ ചെല്ലാൻ. അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പം വലിയ തിരുപ്പതി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്കും നമുക്ക് ഇവിടെ വന്ന് തൊഴാമല്ലോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയ ഒരു വീഡിയോയിലും ഇതുണ്ടായിരുന്നു, കൊച്ചി തിരുപ്പതിയെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഞങ്ങളൊരു കന്യാകുമാരി ട്രിപ്പായിരുന്നു അത്. എല്ലാവരും അവിടെ നിൽക്കുന്ന, നല്ല തണുപ്പ്, കാറ്റും ഒക്കെ കൊണ്ട് നമ്മൾ പറന്നു പോകുന്ന കണക്കായിരുന്നു കാറ്റങ്ങ്. അതാണ് ക്ഷേത്രം. അങ്ങനെ ഞങ്ങളവിടെ കയറി നല്ല ഭംഗിയായിട്ട് അവിടെയും പ്രാർത്ഥിക്കാനും തൊഴുവാനും ഒക്കെ സാധിച്ച്. ചുറ്റും നല്ല ഇങ്ങനെ കടൽ കിടക്കുകയാണ്. വൈകിട്ടായി അവിടെ വന്നപ്പോഴത്തേക്ക് ഇത്തിരി കൂടെ ഒന്ന് ഇരുണ്ട്, ആകാശമൊക്കെ ഒന്ന് ഇരുണ്ട് വരുന്നൊരു സമയമാണ്. അതാണ് കുറച്ച് ക്ലിയർ അല്ലാതിരിക്കുന്നത്. അവിടെയൊക്കെ നിന്നാൽ ഒരു പ്രത്യേക അനുഭവമാണ്. ഞങ്ങൾ വരുമ്പോഴും ഇവിടെ വരാറുണ്ട്. നല്ലൊരു കാഴ്ചയാണ് അവിടെ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എല്ലാവരും നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുകയാണ്. ഈ കാറ്റ് കാരണം അത്രയ്ക്ക് ക്ലിയർ ആകത്തില്ല. ഇത് നമ്മുടെ കൂടെ വന്ന ഒരു സുഹൃത്താണ്, വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അത്. അപ്പോൾ അത് ഡാൻസ് സ്കൂൾ നടത്തുന്നതാണ്. അപ്പോൾ അതിന് ഡാൻസ് കളിക്കണം, തിരുപ്പതി ഭഗവാന്റെ മുമ്പിൽ ഇവിടെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് അത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തതാണ് ഇത്. ഭഗവാന്റെ മുമ്പിൽ വരുമ്പം എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം കലകളൊക്കെ അഭ്യസിക്കുന്നവർക്ക് വളരെ നല്ലതാണല്ലോ ഭഗവാന്റെ മുമ്പിൽ ഒരു 2 ചുവട് വയ്ക്കുക എന്നതും പാട്ട് പാടുന്നതായാലും എല്ലാം. അങ്ങനെ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളെല്ലാം നിങ്ങൾ കാണണം. എല്ലാവരും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ മൂന്നാർ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും നിങ്ങളെല്ലാവരും കാണുക. ഞങ്ങൾ പോകുന്ന യാത്രയൊക്കെ ഇടുന്നതാണ് ലതിക ആൻഡ് ഫാമിലി. അതൊരു പുതിയ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഋഷി യോഗ അക്കാഡമി എന്ന് പറഞ്ഞാൽ 2.25 ലക്ഷം സബ്സ്ക്രൈബർ കൂടുതലായിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പം അതും ഇതും എല്ലാവരും കാണണം. യോഗ സംബന്ധമായ കാര്യങ്ങളും ബ്യൂട്ടി ടിപ്സുമാണ് ആ വീഡിയോയിൽ. ഇതുപോലുള്ള യാത്രകളൊക്കെയാണ്. പിന്നെ ശ്രുതി സായി ടെമ്പിളുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ സത്സംഗും പൂജകളും എല്ലാം നമ്മൾ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണേണ്ടവർക്കും എല്ലാം ഈ ഒരു ചാനൽ നിങ്ങൾ കാണണം. നമ്മൾ യാത്രകൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് കാണുന്നതും അതുപോലെ സന്തോഷമാണ്. നമ്മൾ പോകുന്ന യാത്രകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും നിങ്ങൾ കാണുന്നതും എല്ലാം നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇതുവരെ നമ്മുടെ ഹസ്ബൻഡ് വീഡിയോയിൽ വന്നിട്ടില്ല, പുള്ളി ഇതുവരെ എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി എടുത്തതാണ്. എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് കുഴഞ്ഞിരിക്കുകയാണ്. ഒരു വീഡിയോയിലും അങ്ങനെ കാണാറില്ല. കാരണമെന്ന് വെച്ചാൽ എല്ലാ വീഡിയോ എടുക്കുന്ന പുള്ളിയാണ്. പുള്ളി ഇത്രയും നേരം വീഡിയോ എടുത്തിട്ട് ആളുടെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങോട്ട് എടുത്തതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ശുചീന്ദ്രത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നല്ല സന്ധ്യയായി, ഇരുട്ടി കഴിഞ്ഞു. ഞങ്ങൾ അമ്പലം അടയ്ക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് പോയത്. എന്നാലും അവിടെയും കൂടെ വരണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ലേറ്റായി.
അപ്പം അമ്പലം അടച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് അകത്ത് കയറി നല്ല ഭംഗിയായിട്ട് തൊഴാനും അവിടുത്തെ ദീപാരാധന പൂജയൊക്കെ ഉള്ള സമയമായിരുന്നു. അതൊക്കെ കാണാനും ഒക്കെ സാധിച്ച് അങ്ങനെ അമ്പലത്തിലോട്ട് പോവുക. അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ പിന്നെ വണ്ടിയിൽ കയറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. രാത്രി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു വെളുപ്പ് 3 മണിയൊക്കെ ആയി. ഇപ്രാവശ്യം കുറച്ച് ലേറ്റായിപ്പോയി. ഓരോ സ്ഥലത്തും കന്യാകുമാരിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ലേ തിരിച്ചു വരാൻ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ കൂടുതലെടുത്ത് ഓരോ സ്ഥലത്തും. പിന്നെ ഭക്ഷണം കഴിക്കലും ഒക്കെ ആയി. എന്നാലും നല്ല സന്തോഷമായിരുന്നു. വലിയ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ സാധാരണ ഓരോരുത്തർക്കും ഇത്ര സമയം പറയും, ഈ സമയത്ത് കയറണം. പക്ഷെ അങ്ങനെയൊന്നും ബാബുവിൻ്റെ വണ്ടിയിൽ പോയാൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലായിടവും തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരു ഇതിലാണ്, തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു പോവുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലായതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഋഷി യോഗ അക്കാഡമിയും എല്ലാവരും കാണുക. അപ്പം ഞാൻ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ കാണണം. നന്ദി.